നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. അങ്ങനെ ഏറ്റവും ഒടുവിൽ അമേരിക്ക തന്നെ പിന്മാറിയ സാഹചര്യം. ഇറാന്റെ ഭീഷണി ഒരിഞ്ച് പോലും പിന്നോട്ട് പോകില്ല എന്നുള്ള നിലപാടുകൾ. ട്രംപിനെ എന്തുകൊണ്ട് പിന്നോട്ടടിച്ചു? അമേരിക്കയെ മുട്ടുകുത്തിച്ച ഇറാന്റെ ആ രഹസ്യ നീക്കം അതെന്താണ്? ലോകത്തെ പോലും അമ്പരപ്പിച്ച ഒരു സാഹചര്യം, നടുക്കിയ സാഹചര്യങ്ങളിലൂടെ കടത്തിവിട്ടു. ടെഹ്റാനിൽ ട്രംപ് ഭയന്ന ചില കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ കൂടിയാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. എന്നാൽ ഇതിനൊന്നും തന്നെ വഴങ്ങാതെ ഇസ്രയേലും നെതന്യാഹുവും യുദ്ധം കടുപ്പിക്കാനുള്ള ചില ആലോചനകൾ മറുഭാഗത്ത് നടത്തുന്നു. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കാൻ ഇറാൻ US ചർച്ചയ്ക്ക് വഴിയൊരുങ്ങിയതായി ഇസ്രയേൽ ഏറ്റവും ഒടുവിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്. പാകിസ്ഥാനിലെ ഇസ്ലാമാബാദ് ചർച്ചയ്ക്ക് വേദിയാകുമെന്നാണ് പുറത്തുവരുന്ന വിവരം. ഇറാനുമായി കരാറിലെത്താൻ അമേരിക്കൻ പ്രസിഡന്റ് താൽപര്യം അറിയിച്ചുവെന്നാണ് നെതന്യാഹു ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. യുദ്ധം അവസാനിപ്പിക്കാനും ഇറാനുമായി ഒരു കരാറിലെത്താനും അമേരിക്കൻ പ്രസിഡന്റ് തന്നെ താൽപര്യം അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇറാനുമായുള്ള ഏത് കരാറും ഇസ്രയേലിന്റെ താൽപര്യം സംരക്ഷിക്കുമെന്നാണ് നെതന്യാഹു വ്യക്തമാക്കുന്നത്. യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി അമേരിക്ക നിബന്ധനകൾ തയ്യാറാക്കിയെന്ന് ഇസ്രയേൽ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. യുറേനിയം സമ്പുഷ്ടീകരണം കുറയ്ക്കുക, ബലിസ്റ്റിക് മിസൈൽ പദ്ധതി 5 വർഷത്തേക്ക് നിർത്തിവെക്കുക എന്നിവയൊക്കെ ഈ പ്രധാന നിബന്ധനകളിൽ ഉൾപ്പെടുന്നു. എന്നാൽ ഇതിൽ ഏതെങ്കിലും ഒന്ന് ഇറാൻ അംഗീകരിക്കുമോ എന്ന കാര്യത്തിൽ തന്നെയാണ് സംശയം ഉയരുന്നത്. ഇറാനെ സംബന്ധിച്ച് ഇനി ഭാവിയിലും ഇത്തരം യുദ്ധമുഖത്തുകൂടി കടന്നു പോകേണ്ടി വരും. ആ ഘട്ടത്തിൽ 5 വർഷത്തേക്ക് ബലിസ്റ്റിക് മിസൈൽ പദ്ധതികളടക്കം അവസാനിപ്പിക്കാനോ യുറേനിയം സമ്പുഷ്ടീകരണം കുറയ്ക്കാനോ ഒക്കെ തന്നെ ഇറാൻ തയ്യാറാകുമോ എന്നത് പ്രസക്തമായൊരു ചോദ്യം തന്നെയാണ്. എന്നാൽ ഈ നിബന്ധനകൾ ഇറാൻ അംഗീകരിക്കുമോ എന്ന കാര്യത്തിൽ ഇതുവരെയും വ്യക്തത വരാത്ത ഘട്ടത്തിൽ യുദ്ധത്തിന് 5 ദിവസം കഴിഞ്ഞാൽ വീണ്ടും എന്ത് സംഭവിക്കും എന്നുള്ളതാണ് ലോകം ഉറ്റുനോക്കുന്നത്. ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം, നഷ്ടപരിഹാരം തുടങ്ങിയ ഉൾപ്പെടെ ഇറാൻ മുന്നോട്ട് വയ്ക്കും നിരവധി നിലപാടുകൾ, നിരവധി ഡിമാൻഡുകൾ ഇറാൻ ഉയർത്തുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഔദ്യോഗികമായ ഒരു നിലപാടും ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല. അമേരിക്കയുമായി യാതൊരു ചർച്ചയും നടന്നിട്ടില്ല എന്നുകൂടി തന്നെയാണ്, ഒരു കരാറിലും എത്തിയിട്ടില്ല എന്ന് തന്നെയാണ് ഇറാൻ ഔദ്യോഗിക വൃത്തങ്ങൾ പറയുന്നത്. ഇറാനുമായി സുപ്രധാന വിഷയങ്ങളിൽ ധാരണയായെന്ന ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ വാദത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഇറാൻ രംഗത്ത് വന്നിട്ടുണ്ട്. അതുമാത്രമല്ല, കരയുദ്ധം നടത്തിയാൽ പേർഷ്യൻ ഉൾക്കടലിൽ വ്യാപകമായി തന്നെ മൈനുകൾ വിതയ്ക്കുമെന്നാണ് ഇറാന്റെ ഭീഷണി. ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നീട് ലോകത്തിന് തന്നെ വലിയ വിപത്തായ രീതിയിൽ മഹാദുരന്തമായി തന്നെ ഇത് മാറിയിരിക്കും. ഹോർമുസ് വഴിയുള്ള ചരക്കു നീക്കം പൂർണ്ണമായും നിലയ്ക്കുന്ന ഒരു സാഹചര്യത്തിലൂടെ പോകും. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ഏറെ വലയും. സാമ്പത്തികമായും സാമൂഹികമായും ഒക്കെ തന്നെ വലിയ പ്രത്യാഘാതങ്ങൾ ലോകരാജ്യങ്ങൾക്ക് സൃഷ്ടിക്കപ്പെടും. കരയുദ്ധത്തിനിപ്പോൾ പദ്ധതിയില്ലെന്ന് ട്രംപ് തന്നെ പറയുന്നുണ്ട്. എന്നിരുന്നാൽ പോലും മറുഭാഗത്ത് അമേരിക്കൻ സീലുകളെയൊക്കെ തന്നെ, മറൈനുകളെയൊക്കെ തന്നെ ഇറാനുമായി അടുത്തുള്ള കോണുകളിലേക്ക് അയച്ചു കഴിഞ്ഞിരിക്കുന്നു. ആയിരക്കണക്കിന് US മറൈനുകൾ എത്തിക്കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കരയുദ്ധത്തിന് ഒരുക്കമാണെന്ന് ഇസ്രയേൽ മറുഭാഗത്ത് നിലപാട് സ്വീകരിക്കുന്നു. വിരുദ്ധ ചേരികളിൽ നിൽക്കുകയാണോ അമേരിക്കയും ഇസ്രയേലും എന്നൊരു ചോദ്യം ഈ ഘട്ടത്തിൽ ഉയരുകയാണ്. ലെബനിൽ സ്ഥിതി ചെയ്യുന്ന UN സമാധാന സേനയുടെ ഓഫീസിൽ ഇന്നലെ ഒരു ഷെല്ലാക്രമണം നടന്നതുപോലും ഇവരെയും അമ്പരപ്പിച്ചു. ഇസ്രയേലിന് നേരെ ഹിസ്ബുള്ള ശക്തമായ ആക്രമണം നടത്തുന്നുണ്ട്. മധ്യ ഇസ്രയേലിൽ ഇന്നലെ ഇറാനിയൻ മിസൈലുകൾ എത്തിയെങ്കിൽ പോലും അതിനെയൊക്കെ തന്നെ തകർത്തെറിഞ്ഞു. മറ്റൊരു സംഭവത്തിലാകട്ടെ, തെക്കൻ ഇസ്രയേലിലെ ആഷ്കലോണിൽ മിസൈൽ അവശിഷ്ടങ്ങൾ വീണ് വലിയ നാശനഷ്ടവും ഉണ്ടായി. എന്നിരുന്നാൽ പോലും മറുഭാഗത്ത് ആഴ്ചകളായി തുടരുന്ന ഈ യുദ്ധത്തിന് പരിസമാപ്തിയിലെത്തിക്കാൻ, അന്ത്യം കുറിക്കാൻ വേണ്ടി, പശ്ചിമേഷ്യയുടെ ശാന്തിക്ക് വേണ്ടി നയതന്ത്ര നീക്കം വളരെ സജീവമായി തന്നെ നടത്തുന്നുണ്ട്. നിർണായകമായ ചർച്ചകൾക്ക് പാകിസ്ഥാൻ തന്നെ ആയിരിക്കും വേദി എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ ആഴ്ച തന്നെ ഇസ്ലാമാബാദിൽ വെച്ച് അമേരിക്കയുടെയും ഇറാന്റെയും ഉന്നത പ്രതിനിധികൾ ഒരു കൂടിക്കാഴ്ച നടത്തിയേക്കുമെന്നാണ് സൂചന ലഭിക്കുന്നത്. ഇറാന്റെ ഊർജ്ജ കേന്ദ്രങ്ങൾക്ക് നേരെ നടത്താനിരുന്ന ആക്രമണങ്ങൾ താൽക്കാലികമായിട്ടാണ് അവസാനിപ്പിച്ചിരിക്കുന്നത്. ഒരിക്കലും ഇത് പൂർണ്ണമായും അവസാനിപ്പിച്ചിട്ടില്ല എന്നുകൂടിയാണ് അമേരിക്കൻ പ്രസിഡന്റിന്റെ വാദം. ഇതിന് പുറകെയാണ് പുതിയ നയതന്ത്ര നീക്കത്തിലേക്ക് കടന്നിരിക്കുന്നത്. പാകിസ്ഥാൻ, തുർക്കി, ഈജിപ്റ്റ് എന്നീ രാജ്യങ്ങൾ സംയുക്തമായി തന്നെയാണ് ഇരുപക്ഷത്തെയും ഒരുമിച്ച് തന്നെ ഈ ചർച്ചാ മേശയിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അമേരിക്കയെ പ്രതികരിച്ചുകൊണ്ട് വൈസ് പ്രസിഡന്റ് JD വാൻസ് ചർച്ചകളിൽ പങ്കെടുത്തേക്കുമെന്ന സൂചന കിട്ടുന്നു. ചർച്ചകളിൽ പുരോഗതിയുണ്ടെന്നും പല കാര്യങ്ങളും ഇതിനോടകം തന്നെ ധാരണയിലേക്ക് എത്തിക്കഴിഞ്ഞുവെന്നും ട്രംപ് അവകാശപ്പെടുമ്പോഴും ഇസ്രയേൽ ഇതിനൊക്കെ തന്നെ വിരുദ്ധമായ നിലപാടുകൾ തന്നെയാണ് പങ്കുവയ്ക്കുന്നത്. സമാധാന ശ്രമങ്ങളെക്കുറിച്ച് അറിവുണ്ടെങ്കിൽ
എങ്കിൽ പോലും ധാരണയിലെത്തിയെന്ന ട്രംപിന്റെ പ്രസ്താവന പ്രതീക്ഷിച്ചതിലും വേഗത്തിലായിപ്പോയി എന്നുള്ള അമ്പരപ്പ് തന്നെയാണ് ഇസ്രായേൽ പ്രകടിപ്പിക്കുന്നത്. മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്തുകൊണ്ട് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫും ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനുമായി ഫോണിൽ സംസാരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. റംദാൻ ഈദ് വേളകളിലായി ഇരുവരും പലതവണ ആശയവിനിമയം നടത്തി യുദ്ധം അവസാനിപ്പിക്കേണ്ടതിന്റെ അനിവാര്യത ആവർത്തിച്ചു പറഞ്ഞിരുന്നു. പാകിസ്ഥാൻ സൈനിക മേധാവി ഫീൽഡ് മാർഷലായിട്ടുള്ള അസിം മുനീറും ഇറാൻ പ്രസിഡന്റുമായും ട്രംപുമായും ഒരേ സമയം ചർച്ചകൾ നടത്തി ഇതിനൊരു അന്ത്യം കുറിക്കാൻ വേണ്ടി മുൻകൈ എടുത്തുവെന്നുകൂടി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. നയതന്ത്ര നീക്കങ്ങളൊക്കെ തന്നെ വളരെ സജീവമാണെന്ന് വൈറ്റ് ഹൌസ് പ്രതിനിധികളും ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയും തമ്മിൽ നടന്നിട്ടുള്ള ചർച്ചകൾ തന്നെ പ്രധാനമായും വിളിച്ചോതുന്ന ഒരു വിഷയമാണ്. ചർച്ചകൾക്ക് വേണ്ടി 5 ദിവസത്തെ വെടിനിർത്തൽ പ്രഖ്യാപിച്ച ട്രംപ് ഇതിന് ശേഷം എന്തായിരിക്കും തീരുമാനിക്കുക എന്നുള്ളതാണ് ഉറ്റുനോക്കുന്നത്. കാരണം 48 മണിക്കൂർ ടൈം ലൈൻ പറഞ്ഞതിന് ശേഷം അതിനുശേഷം ശക്തമായ രീതിയിൽ ആക്രമണം നടത്തുമെന്ന ട്രംപ് പിന്നീട് ഒരു മഞ്ഞുരുക്കൽ വേളയിലേക്ക് കടന്നതൊക്കെ തന്നെ ഏവരെയും അമ്പരപ്പിച്ചൊരു വിഷയമാണ്, പ്രത്യേകിച്ച് ഇസ്രായേലിനെ സംബന്ധിച്ച്. ഇറാൻ ചർച്ചകൾക്കായി തന്നെ സമീപിച്ചെന്നാണ് ട്രംപിന്റെ ഇപ്പോഴത്തെ അവകാശവാദം. എന്നാൽ കഴിഞ്ഞ 24 ദിവസവുമായി അമേരിക്കയുമായി യാതൊരുവിധ ചർച്ചകൾക്കോ തങ്ങൾ മുതിർന്നിട്ടില്ല, തങ്ങൾ നടത്തിയിട്ടില്ല എന്ന് തന്നെയാണ് ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയം ഔദ്യോഗികമായി തന്നെ പറഞ്ഞിരിക്കുന്നത്. അതേസമയം ഇസ്രായേലിനെ ലക്ഷ്യമിട്ടുകൊണ്ട് ഇറാൻ നിരവധി മിസൈലുകൾ അയച്ചുവെന്നാണ് IDF പറയുന്നത്. 5 ദിവസത്തേക്ക് ഇറാന്റെ ഊർജ്ജ മേഖലയെ ലക്ഷ്യമിട്ട് ആക്രമണം ഉണ്ടാകില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതിന് പിറകെയാണ് ഈ ആക്രമണം ഉണ്ടായതെന്നും പറയുന്നു. ടെൽ അവീവ് ഉൾപ്പെടെ ഇസ്രായേലിന്റെ വിവിധ ഭാഗങ്ങളിൽ സൈറനുകൾ മുഴങ്ങിക്കേൾക്കുകയാണ്. വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഈ മിസൈലുകളെ നേരിടുന്നതിന്റെ സ്ഫോടന ശബ്ദങ്ങളും പലയിടത്തു നിന്നും കേട്ടു. തകർന്ന മിസൈലുകളുടെ അവശിഷ്ടങ്ങൾ താഴെ വീണ് വടക്കൻ ഇസ്രായേലിലെ ഏതാനും വീടുകളടക്കം തകർന്നിരിക്കുന്നു. ആളപായമൊന്നും തന്നെ ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഇറാന്റെ മേലുള്ള അമേരിക്കയുടെ ആക്രമണം തുടരുമെന്നും താൽക്കാലിക വെടിനിർത്തൽ ഊർജ്ജ കേന്ദ്രങ്ങൾക്ക് മാത്രമാണ് ബാധകമെന്നുമാണ് സമഫർ മീഡിയയെ ഉദ്ധരിച്ചുകൊണ്ട് വാർത്താ ഏജൻസിയായിട്ടുള്ള റോയിറ്റേഴ്സ് പറഞ്ഞിരിക്കുന്നത്. അമേരിക്കൻ ഉദ്യോഗസ്ഥർ തന്നെയാണ് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. സൈനിക കേന്ദ്രങ്ങൾ, വ്യോമസേന, ബലിസ്റ്റിക് മിസൈലുകൾ, ഡിഫൻസ് ഇൻഡസ്ട്രിയൽ ബേസ് എന്നിവയ്ക്കൊക്കെ തന്നെ ഈ വെടിനിർത്തൽ ബാധകമല്ലെന്നും ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി തുടരുമെന്നും കൂടിയാണ് പറയുന്നത്. എന്നാൽ ഈ വാർത്തകളോട് അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റും പെന്റഗണും പ്രതികരിക്കാൻ തയ്യാറാകാത്തത് ശ്രദ്ധേയമായൊരു വിഷയമാണ്. എന്തുകൊണ്ടിത് പൊടുന്നിനെ അവസാനിപ്പിച്ചുവെന്ന് ചോദിച്ചാൽ യുദ്ധം കനക്കുന്നതനുസരിച്ച് അമേരിക്കയുടെ വെല്ലുവിളികൾക്കനുസരിച്ച് ഇറാനും അതേ നാണയത്തിൽ തന്നെ തിരിച്ചടി നൽകും, അതേപോലെ തന്നെ പ്രതികരിക്കും. അതുകൂടാതെ ഗൾഫ് രാജ്യങ്ങളുടെ വെള്ളം കൂടി മുട്ടിക്കുമെന്ന അടക്കമുള്ള വെല്ലുവിളികൾ തന്നെയാണ് അമേരിക്കയെ ഒരടി പിന്നോട്ട് വയ്ക്കാനായി പ്രേരിപ്പിച്ചത്. അമേരിക്കയ്ക്ക് നേരിട്ട് വലിയ ആഘാതം ഉണ്ടാക്കിയില്ലെങ്കിൽ പോലും GCC രാജ്യങ്ങളെ സംബന്ധിച്ച് അവരുടെ നിലനിൽപ്പിന് തന്നെ വലിയൊരു ചോദ്യചിഹ്നമായി ഈ യുദ്ധം മാറുമെന്നും അവരുടെ സമ്മർദ്ദം മൂലം തന്നെയാണ് അമേരിക്കയ്ക്ക് മുട്ടുമടക്കേണ്ടി വന്നതെന്നു കൂടിയാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്. What?